Solomon said the cheerful heart is a medicine to your life and your body. ശലോമോൻ പറയുന്നത് സന്തോഷിക്കുന്ന ഹൃദയം നിങ്ങളുടെ ശരീരത്തിന് നിങ്ങളുടെ ജീവിതത്തിന് ഒരു ഔഷധമാണ്. I heard something, a testimony of a man of God. ഒരിക്കൽ ഒരു ദൈവദാസന്റെ സാക്ഷ്യം ഞാൻ കേൾക്കുകയുണ്ടായി. He had a problem in his stomach. തന്റെ വയറ്റിൽ ഉദരത്തിൽ തനിക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നു. He was taken to the hospital for checkup. തന്റെ ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. The doctor did not say to him what was his problem. എന്നാൽ ഡോക്ടർ തന്നോട് പറഞ്ഞില്ല തനിക്കുള്ള പ്രശ്നം എന്താണ്. And doctor checked him up. ഡോക്ടർ തന്നെ പരിശോധിച്ചു. And gave him some medicine too. തനിക്ക് അല്പം മരുന്നുകൾ കൊടുത്തു. Doctor said, come and see me after one month. ഒരു മാസം കഴിയുമ്പോൾ ഈ മരുന്ന് എടുത്തതിനു ശേഷം എന്നെ വീണ്ടും വന്ന് കാണുക. During this time, ഈ സമയത്തിനുള്ളിൽ this person got a cassette preaching. ഈ ദേവദാസന് ഒരു പ്രസംഗത്തിന്റെ കാസറ്റ് ലഭിച്ചു. That preaching is based on how to laugh and how to smile in the presence of Jesus. ദൈവ സാന്നിധ്യത്തിൽ എങ്ങനെ സന്തോഷിക്കണം, എങ്ങനെ ചിരിക്കണം, ഉല്ലസിക്കണം എന്നൊക്കെയായിരുന്നു ആ പ്രസംഗം. He began to listen this preaching. താൻ ആ സന്ദേശം കേൾക്കുവാൻ തുടങ്ങി. It was half an hour message. അത് അരമണിക്കൂർ നീണ്ടു നിന്ന ഒരു സന്ദേശമായിരുന്നു. From the beginning to the end, അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ this man began to laugh and laugh and laugh. ഈ വ്യക്തിയെ സന്ദേശം കേൾക്കുമ്പോഴൊക്കെ ചിരിക്കുവാൻ തുടങ്ങി. Every time he used to listen this message, ഓരോ തവണ താൻ ഈ ദൂത് കേൾക്കുമ്പോൾ always laughing and laughing in his spirit. താൻ തന്റെ ആത്മാവിൽ എപ്പോഴും ഉല്ലസിക്കുകയും സന്തോഷിക്കുകയും ചിരിക്കുകയും ചെയ്തു. Almost 3 weeks went on. 3 ആഴ്ചകൾ കടന്നുപോയി. He didn't know that something happening in his body. തന്റെ ശരീരത്തിന് ഇനിയും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് താൻ അറിഞ്ഞില്ല. He used to eat extra food. ആ നാളുകളിൽ അധികം ആഹാരം താൻ കഴിക്കുവാൻ He തുടങ്ങി. was not able to properly drink and even eat the food. അതിനു മുമ്പ് തനിക്ക് ശരിയായ ആഹാരം കഴിക്കാനോ ജലം കുടിപ്പാൻ കഴിയാതിരുന്ന സമയമായിരുന്നു. After listening this message, എന്നാൽ ഈ ദൂത് കേട്ടതിനു ശേഷം he used to intake his little more. തന്റെ ആഹാരം കഴിക്കുവാനുള്ള ശേഷി വർദ്ധിച്ചു. 1 month later, ഒരു മാസം he കഴിഞ്ഞപ്പോൾ went to the doctor. താൻ ഡോക്ടറുടെ അരികിൽ കടന്നുപോയി. Doctor checked him up. ഡോക്ടർ തന്നെ പരിശോധിച്ചു. Said, I don't know, I am eating too much now. താൻ ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടർ എനിക്ക് അറിയത്തില്ല, എന്താണെന്ന് അറിയത്തില്ല, ഒത്തിരി ആഹാരം ഇപ്പൊ ഞാൻ I'm കഴിക്കുന്നുണ്ട്. just taking the medicine also. ഞാൻ മരുന്നും എടുക്കുന്നുണ്ട്. Doctor checked him up and said, ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, so you have to do what you have been doing. നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് തന്നെ നിങ്ങൾ വീണ്ടും ചെയ്യണം. Again 1 month, ഒരു മാസം he കഴിഞ്ഞപ്പോൾ was listening this tape. വീണ്ടും ഈ ടേപ്പ് താൻ He was കേട്ടുകൊണ്ടിരുന്നു. rejoicing and enjoying. താൻ ദൈവസാന്നിധ്യത്തിൽ സന്തോഷിക്കുകയും 1 month ആനന്ദിക്കുകയും ചെയ്തു. later, again he went to the doctor. ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഡോക്ടറുടെ You അരികിൽ know what പോയി. doctor said? ഡോക്ടർ എന്താണ് പറഞ്ഞതെന്ന് You അറിയാമോ? have the cancer, but you have no cancer now. നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോഴും നിങ്ങളുടെ ശരീരത്തിൽ ഒട്ടും ക്യാൻസർ ഇല്ല. This is the real story happened in the life of a man of ഇത് God. വാസ്തവത്തിൽ ഒരു ദേവദാസന്റെ ജീവിതത്തിൽ സംഭവിച്ച അവസ്ഥയാണ്. The study says എന്നാൽ പഠനങ്ങൾ പറയുന്നു 40% of the people have the heart attack because they are not regularly laughing in their lives. 40% വ്യക്തികൾ അവർക്ക് ഹൃദ്രോഗം ഉണ്ടാകുന്നത് അവർ ശരിക്കും സന്തോഷിക്കാത്തത് കൊണ്ടും ചിരിക്കാത്തത് കൊണ്ടാണ്. It's true. It's a medical study. I'm talking about it. അത് വൈദ്യശാസ്ത്രത്തിലുള്ള ഒരു ഗവേഷണത്തിന്റെ ഫലമാണ്. But in the Bible says, എന്നാൽ വേദപുസ്തകം പറയുന്നു a cheerful heart is a medicine. സന്തോഷിക്കുന്ന ഹൃദയം ഒരു ഔഷധമാണ്. That's what the Bible says. അതാണ് വേദപുസ്തകം പറയുന്നത്. Many times we do not know all those truths. പലപ്പോഴും ആ സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു. But many of the gurus of the Hindu religion learn these truths. എന്നാൽ ഹൈന്ദവ മതത്തിലെ പല ഗുരുക്കന്മാരും ഈ സത്യങ്ങൾ മനസ്സിലാക്കി. They are practicing these people to do this in their lives. അവരുടെ അനുയായികളുടെ ജീവിതത്തിൽ അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുവാൻ അവർ അതേക്കുറിച്ച് സംസാരിക്കുന്നു. I have seen it in India many times. It's happening. ഇന്ത്യയിൽ പല തവണ ഇത് സംഭവിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. I began to study about it. ഞാൻ അതിനെക്കുറിച്ച് പഠിക്കുവാൻ തുടങ്ങി. And I come to know all those things from God's word again. ദൈവത്തിന്റെ വചനത്തിൽ ഇതെല്ലാം എനിക്ക് മനസ്സിലായി. In Job chapter 5 verse 22 says, യോബിന്റെ പുസ്തകം അതിന്റെ 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നു, when destructions and famine comes, നാശവും ക്ഷാമവും വരുമ്പോൾ I will laugh at it. ഞാൻ അതിനെ കണ്ട് ചിരിക്കും. Amen. When the destructions and famine comes, നാശവും ക്ഷാമവും കണ്ട് നീ ചിരിക്കും. I will laugh at us. അതിനെ കണ്ട് നീ ചിരിക്കും. What does it mean? അതിന്റെ അർത്ഥം എന്ത്? Job went through a very hard situations in his life. യോബ് തന്റെ ജീവിതത്തിൽ വളരെ പ്രയാസമേറിയ ഒരു ഘട്ടത്തിൽ കൂടെ കടന്നുപോയി. How can he laugh at all these situations happening in his life? എങ്ങനെയാണ് ഈ സാഹചര്യങ്ങൾക്ക് മധ്യേ തനിക്ക് ചിരിക്കുവാൻ കഴിയുന്നത്? When you smile and laugh at the situation that is coming against you, നിങ്ങൾക്കെതിരെ വരുന്ന സാഹചര്യങ്ങളുടെ മധ്യേ നിങ്ങൾ ചിരിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുമ്പോൾ you are doing spiritual warfare against the situation. നിങ്ങൾ സാഹചര്യങ്ങൾക്കെതിരെ ആത്മിക യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. Amen. Amen. Smile in
in God's presence, laugh in God's presence. This is a spiritual battle, spiritual weapon against the enemy and the power and the destruction and the famine that the enemy is bringing into our lives. ദൈവ സാന്നിധ്യത്തിൽ ഉല്ലസിക്കുക, ദൈവ സാന്നിധ്യത്തിൽ ആനന്ദിക്കുക, ദൈവ സാന്നിധ്യത്തിൽ ചിരിക്കുക. കാരണം നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്കെതിരെ നാശം വരുത്തുന്ന ശത്രുവോട് നിങ്ങൾ പോരാടിക്കുകയാണ്. That's why God's word says the joy of the Lord is my strength. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തിന്റെ സന്തോഷം എന്റെ ബലമാണ്. Do you have the joy today? ഇന്ന് രാവിലെ കാലം ദൈവ സന്തോഷം നിങ്ങളുടെ ഉള്ളിലുണ്ടോ? Strength in your lives. അത് നിങ്ങളുടെ ജീവിതത്തിൽ ബലമായി മാറും. That's going to be the strength in your bones. അത് നിങ്ങളുടെ എല്ലുകളിൽ ബലമായി മാറും. God is doing some miraculous things when we rejoice in God's presence. ദൈവ സാന്നിധ്യത്തിൽ നാം ആനന്ദിക്കുമ്പോൾ ചില അത്ഭുതങ്ങൾ നടക്കുകയാണ്. That's why God has filled us with the Holy Spirit and His power and His anointing. അതുകൊണ്ടാണ് ദൈവം നമ്മൾക്ക് പരിശുദ്ധാത്മാവിനെയും തന്റെ ആത്മാവിനെയും തന്റെ സാന്നിധ്യം നൽകി തന്നിരിക്കുന്നത്. Oh, we want to stand up in the presence of the Lord. Come on, just rejoice some more time in God's presence. നാം നിങ്ങൾക്ക് നിന്ന് ദൈവ സാന്നിധ്യത്തിൽ ആനന്ദിപ്പാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചില നിമിഷങ്ങൾ അങ്ങനെ ചെയ്യാം. Stand up in the presence of Jesus. യേശുവിന്റെ സാന്നിധ്യത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. Clap your hands and rejoice. കരങ്ങളെ ഉയർത്തി ദൈവ സാന്നിധ്യത്തിൽ The സന്തോഷിക്കാം. joy of the Lord be strength in your lives. ഇന്ന് രാവിലെ കാലം ദൈവത്തിന്റെ സന്തോഷം നമ്മുടെ ബലമായി തീരട്ടെ. You are healing in your bodies. നിങ്ങളുടെ ശരീരത്തിൽ സൗഖ്യമായി മാറട്ടെ. You are healing in your bones. പുതിയ ഒരു സൗഖ്യം നിങ്ങളുടെ എല്ലുകളിൽ വ്യാപരിക്കട്ടെ. You are healing in your spirit. നിങ്ങളുടെ ആത്മാവിൽ പുതിയ സൗഖ്യം വ്യാപരിക്കട്ടെ. You are healing in your eyes. നിങ്ങളുടെ കണ്ണുകളിൽ പുതിയ സൗഖ്യം വ്യാപരിക്കട്ടെ. You are healing in your backbones. നിങ്ങളുടെ നട്ടെല്ലുകളിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. You are healing in your hearts. നിങ്ങളുടെ ഹൃദയങ്ങളിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. The joy of the Lord is my strength. ദൈവത്തിന്റെ സന്തോഷം എന്റെ ബലമാണ്. The joy of the Lord is my strength. ദൈവത്തിന്റെ സന്തോഷം എന്റെ The ബലമാണ്. joy of the Lord is my strength. ദൈവത്തിന്റെ സന്തോഷം എന്റെ ബലമാണ്. There is joy, there is joy. ഓ സന്തോഷമുണ്ട്, സന്തോഷമുണ്ട്, സന്തോഷമുണ്ട്. The presence of Jesus. യേശുവിൻ സാന്നിധ്യത്തിൽ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. Book of Isaiah chapter 64 verse 5 says, യെശയ്യാ പ്രവചനം അതിന്റെ 64 അധ്യായം 5 വാക്യം പറയുന്നു. God comes down and welcome the people who rejoice. ആനന്ദിക്കുന്നവരെ ദൈവം കടന്നുവന്ന് എതിരേറ്റുകൊള്ളുന്നു. There, സന്തോഷിച്ച് നീതി പ്രവർത്തിക്കുന്നവരെ നീ എതിരേൽക്കുന്നു. amen. Amen. God comes down and welcome the people who are rejoicing. ദൈവ സാന്നിധ്യത്തിൽ സന്തോഷിക്കുന്നവരെ ദൈവം കടന്നുവന്ന് എതിരേൽക്കുന്നുവെന്ന്. ആമേൻ. Jesus is here to come to you and welcome you one more ഇന്ന് time. രാവിലെ കാലം ദൈവ സാന്നിധ്യത്തിൽ നിങ്ങൾ സന്തോഷിക്കുമ്പോൾ നിങ്ങളെ എതിരേൽപ്പാൻ യേശു ഇറങ്ങി വന്നിട്ടുണ്ട്. So that He wants to make your joy full. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. Let me take 5 more minutes. 5 നിമിഷങ്ങൾ കൂടി. These things, what the joy will do in our lives. Please sit for a few minutes. One more. ചില നിമിഷങ്ങൾ കൂടി ഇരിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഈ സന്തോഷം എന്താണ് ചെയ്യുന്നത്? This is the medical science I'm talking now. ഞാൻ വൈദ്യശാസ്ത്രത്തെ കുറിച്ച് സംസാരിക്കുന്നു. Laughter lowers your BP and reduces your hypertension. ചിരിക്കുന്നത് നിങ്ങളുടെ ഹൈപ്പർ ടെൻഷനും ബ്ലഡ് പ്രഷറിനെയും കുറയ്ക്കുന്നു. It provides good cardiac conditioning. നമ്മുടെ ഹൃദയത്തിന് വേണ്ടി സൗഖ്യത്തിനുള്ള നല്ല അവസ്ഥകളെ ഒരുക്കുന്നു. It reduces stress hormones in your life. നമ്മുടെ ശരീരത്തിൽ സമ്മർദ്ദം ഉളവാക്കുന്നതായ ഹോർമോൺസിനെ കുറയ്ക്കുന്നു. It cleanses the lungs and body tissues, accumulating air and brings good air into our body. നമ്മുടെ ലങ്സിനെയും ബോഡി ടിഷ്യൂസിനെയും സ്വച്ഛ ശ്വാസം ഉള്ളിൽ എടുക്കേണ്ടതിന് ശക്തിയുള്ളതാക്കി It തീർക്കുന്നു. increases the muscle relaxation, fluent blood circulation in your body. നമ്മുടെ മസിലുകൾക്കുള്ള റിലാക്സേഷൻ വർദ്ധിപ്പിച്ച് രക്തത്തിന്റെ സഞ്ചാരം ശരീരത്തിൽ വർദ്ധിപ്പിക്കുന്നു. It will release the endorphins in our bodies, that is body's natural painkiller cells. ശരീരത്തിൽ സ്വാഭാവികമായി ലഭിച്ചിരിക്കുന്ന പെയിൻ കില്ലേഴ്സ് എന്ന എൻഡോർഫിൻസിനെ അത് വർദ്ധിപ്പിക്കുന്നു. This is what the medical science says. ഇതെല്ലാം വൈദ്യശാസ്ത്രം പറയുന്ന That's why കാര്യങ്ങളാണ്. in one word Solomon said, cheerful heart is a medicine in your body. അതുകൊണ്ടാണ് ശലോമോൻ രാജാവ് ഒരു വാക്യം പറഞ്ഞത്, സന്തോഷിക്കുന്ന ഹൃദയം ജീവൻ ഔഷധമാണ്. God's presence is the place where we have to rejoice. നാം ആനന്ദിക്കുന്ന ഇടം ദൈവത്തിന്റെ സാന്നിധ്യമായിരിക്കണം. Amen. Amen. This is the place that we can rejoice. നമ്മൾക്ക് ആനന്ദിക്കുവാൻ കഴിയുന്ന ഇടം ഇത് തന്നെയാണ്. Pray that the Holy Spirit may fill our hearts with His greater joy. ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം അധികം സന്തോഷത്താൽ നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കുമെന്ന്. When you go back to your home, നിങ്ങളുടെ ഭവനങ്ങളിലേക്ക്
വീട്ടിലേക്ക് നിങ്ങൾ മടങ്ങുമ്പോൾ the people have the joy that is in your lives. നിങ്ങളുടെ ജീവിതത്തിലുള്ള സന്തോഷം മറ്റുള്ളവർ കാണുവാൻ And the Holy കാരണം Spirit may bless you with His word. പരിശുദ്ധാത്മാവ് നിങ്ങളെ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. Rejoice always, and again I say unto you, എപ്പോഴും സന്തോഷിപ്പിൻ. പിന്നെ ഞാൻ പറയുന്നു ദൈവസാന്നിധ്യത്തിൽ സന്തോഷിപ്പിൻ.